ഒരു പരിചയമില്ലാത്ത, ഇതിനു മുന്നേ ഒരിക്കൽ പോലും കാണാത്ത ഒരു മനുഷ്യൻ്റെ കൂടെ ഞാൻ മീൻ പിടിക്കാൻ പോകണം. മീൻ പിടിക്കാൻ വെച്ചാൽ ചൂണ്ടിട്ട് മീൻ പിടിക്കില്ല, വലയെറിഞ്ഞ് മീൻ പിടിക്കുക. അപ്പോൾ ഞാൻ തൃശ്ശൂർ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടിയ ഒരു വ്യക്തിയാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ളൊരു മീൻപിടുത്തവും പരിപാടികളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് ചെറിയ ചെറിയ അറിവുകളും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾക്കും അതേപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇങ്ങനെ പഠിക്കാം, ഇതിൽ പഠിക്കാന്നില്ല. ശരിയാവില്ലേ? ആ, അങ്ങനെ കൂടി നിൽക്കുന്ന ഭാഗമാണല്ലേ വയമ്പ്, ചെറുവക മീനുകൾ. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പെട്ടിയിലുള്ള മീനൊക്കെ ഞാൻ വരുന്നതിന് മുന്നേ ഇതേപോലെ വല എറിഞ്ഞ് പിടിച്ച മീനുകളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സഹയാത്രികനാണ് ഈ നായ്ക്കുട്ടി. എനിക്കറിയണ്ടായിരുന്നില്ല കേട്ടോ, ഇത് വേറെന്തോ പ്രതിഭാസം എന്നുള്ളത്. ഇങ്ങനെ ഇളകണത് വെള്ളത്തിലേ വയമ്പുകളാണല്ലോ, വയമ്പുകളുടെ കൂട്ടം. അതെ, നമ്മളീ നിൽക്കുന്ന സ്ഥലം ചീയാരം മുനിയം ബണ്ട് റോഡ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. എന്ന് വെച്ചാൽ ആ റോഡിൻ്റെ പേരതാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞാൻ ഇദ്ദേഹത്തെ കണ്ട് പരിചയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേര് സൈമൺ എന്നാണ്. അപ്പോൾ സൈമൺ ചേട്ടൻ സ്ഥിരം മീൻ പിടിക്കുക, അതുകൊണ്ടുപോയി വിൽക്കുക, അങ്ങനത്തെ പരിപാടികളാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച ആൾ മീൻ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ സൈമൺ ചേട്ടൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഈ ഇളകുന്നത് മൊത്തം കുഞ്ഞിയും മീൻ കൂട്ടങ്ങളാണ്. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വേറൊരാൾ വന്നത്. അയാൾ ഈ മീൻ പിടിക്കാൻ സമയത്ത് എപ്പോഴും സൈമൺ ചേട്ടൻ്റെ കൂടെ വരുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇവിടെ വലയിടാന്ന് വെച്ച് നോക്കി. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മീനുകളൊക്കെ അങ്ങേ സൈഡിലാണ്. അപ്പോൾ അപ്പുറത്ത് ഭാഗത്തേക്ക് പോകണമെങ്കിൽ അപ്പുറത്ത് കുറച്ച് നീങ്ങിയിട്ടൊരു പാലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരികയെന്ന് വെച്ചാൽ എനിക്ക് പോകാനുള്ളൊരു സമയം ശരിയാവില്ല. അപ്പോൾ ആൾ പറഞ്ഞ ആളവിടെ പോയിട്ട് പിടിക്കാൻ പോണത്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി നീങ്ങിയിട്ട് ഒന്ന് വല എറിഞ്ഞ് നോക്കി നോക്കാം, അവിടെ മീൻ കിട്ടുമോ ഇല്ലെന്നുള്ളതൊക്കെ നിൻ്റെ ഭാഗ്യം പോലെ ആൾ പറഞ്ഞു. അപ്പോൾ ആൾ നമുക്ക് വേണ്ടി വല എറിയുന്നതായിരിക്കും. നമുക്ക് വേണ്ടിയിട്ടോ, എനിക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കൂടിയാണ് വല എറിയാൻ ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കാണുക. ഓക്കെ, ഇവിടെ ഉണ്ടായിരുന്നോ? അതല്ല, വയമ്പല്ലേ, ആരൊക്കെ ഉണ്ടാവും വലിയ മീനുകളോ? ഇത് വേറെ വലിച്ച് വീശാണ് ഞാൻ. ചേട്ടാ, അപ്പം നീ ഇത് കൊണ്ടിട്ട് കൊടുക്കും എടുക്കലും? പിന്നെ കൊടുക്കാല്ലേ, ശരി, നമ്മുടെ പണിയല്ലേ. ശരിക്കും ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചത് വെറുതെ വല എറിഞ്ഞ് മീൻ പിടിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിലേക്ക് ആവശ്യമായിട്ട് മീൻ പിടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ ചിലർക്ക് ഹോബി. വെറുതെ ഇരിക്കുമ്പോൾ കുറച്ച് മീൻ പിടിക്കാൻ പോയിട്ട് എന്നാൽ അത് വെച്ച് കറി ഉണ്ടാക്കടാന്ന് പറഞ്ഞ പോലത്തെ ഒരു സെറ്റപ്പാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആൾ ശരിക്കും ഇത് മീൻ പിടിച്ചിട്ട് കൊണ്ടുപോയി വിറ്റ് ജീവിതം നടത്തുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ ഇതേപോലെയുള്ള ആളുകൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യും. ഇതെങ്ങനെ ഇത് അറിയാം? ഇത് എങ്ങനെ അങ്ങനെ സമയമുണ്ട് അങ്ങനെ എടുക്കാനോ? അതിനാകുമ്പോൾ ഞാൻ വലിച്ച പോരും. ഇതിങ്ങനെ അവർ പിടിക്കാനുള്ളൊരു സമയം അല്ല, കയറാനുള്ളൊരു അങ്ങനെ ആള് ഒരു പാത്രം എടുക്കാൻ വേണ്ടി പോയപ്പോൾ എന്നോട് പറഞ്ഞു ഇതൊന്ന് പിടിക്കുമെന്ന് വെച്ചിട്ട് ഞാനാണ് ഇപ്പോൾ വല ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു കൊട്ടമീനുമായി നമ്മളിവിടുന്ന് പോകുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ആവശ്യമില്ല അങ്ങനെ ചിന്തിക്കേണ്ടത്. പക്ഷെ എന്നാലും അങ്ങനെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് നമ്മളതിങ്ങനെ പിടിച്ചിങ്ങനെ ആനന്ദ കുന്തിതനായിട്ട് നിൽക്കുകയാണ്. ആൾക്കാരുണ്ട് അല്ലേ? തിരിച്ചുവിടാൻ വെറുതെ ഇട്ട് തുറന്നു വിടും അങ്ങനെ? തുറന്നു വിടുന്നു. അത് വലുതാവട്ടെ, കുഞ്ഞുങ്ങളല്ലേ.
അപ്പോൾ നമുക്ക് കിട്ടിയ മീനുകൾ വലിയ മീനുകളുടെ ചെറിയ കുട്ടികളാണ്. എന്ന് വെച്ചാൽ ഇവർ വലുതായിട്ട് പിടിച്ചാലേ അത്ര കാര്യമുള്ളൂ. അപ്പോൾ ഈ ചെറിയ കുട്ടികളെയൊക്കെ നമ്മൾ തിരിച്ച് ഇതിൽ തന്നെ ഒഴുക്കി വിടണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമുക്ക് ചെറിയ മീനുകളുടെ കൂട്ടത്തിനാണെങ്കിൽ അത് നമുക്ക് കൊണ്ടുപോയി വിൽക്കാലോ, നമുക്കല്ല ആൾക്ക് കൊണ്ടുപോയി വിൽക്കാലോ. അപ്പോൾ അങ്ങനെ നമ്മളതിനെ തിരിച്ചു വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ എന്തോ ഒരു യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടിയ ആളായിട്ട് സംസാരിച്ചപ്പോൾ ആൾ വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ചെറിയൊരു വീഡിയോ ചെയ്തതാണ്. സംഗതി എന്തായാലും നമ്മൾ മീൻ പിടിച്ചു കാണിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷേ നമ്മൾ വിചാരിച്ച പോലത്തെ മീനല്ല കിട്ടിയത്. അത് കാരണം നമ്മൾ തിരിച്ച് മീനുകളെ ജീവിക്കാനായി വിട്ടിരിക്കുകയാണ് ഗൈസ്. സൈമൺ ചേട്ടനുമായിട്ടുള്ള കൂടുതൽ ഫിഷിംഗ് വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക വേണമെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ ആളെടുത്ത് പോയിട്ട് പിന്നെ വലിയൊരു മീൻ പിടുത്തം നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.